അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ട്രാവലിംഗ് ടെക്കിയുടെ മറ്റൊരു ട്രാവൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പം കറന്റ് ഉള്ളത് നെടുമങ്ങാടാണ്. ഇന്ന് ഡിസംബർ 29 ഞായറാഴ്ച. ഞാൻ ഇന്ന് ചെറിയൊരു ട്രക്ക് ചെയ്യാനായിട്ട് പോകുകയാണ്. ഒരുപക്ഷെ കേരളത്തിൽ അഗസ്ത്യാർകൂടമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദ ടഫസ്റ്റ് ട്രക്കിംഗ് എന്നൊക്കെ അറിയപ്പെടുന്ന വരയാട് മുട്ടയിലേക്കാണ് നമ്മൾ ആക്ച്വലി ട്രക്ക് പോകുന്നത്. ബാക്ക് പാക്കിംഗ് യൂണിയൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അവരാണ് ആക്ച്വലി ഈ ഒരു ട്രക്ക് ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 10 പേരാണ് കറന്റ്ലി ഈ ഒരു ട്രക്കിന് പോകുന്നത്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ പിക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ നെടുമങ്ങാട് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ വരയാടുമുട്ട ഓൾമോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ പൊന്മുടി വെസ്റ്റേൺ ഗട്ട്സിന്റെ ഒരു ഭാഗമാണ് ഈ ഒരു വരയാടുമുട്ട എന്നറിയപ്പെടുന്നത്. പൊന്മുടി റൂട്ടിലാണ് ആക്ച്വലി ഇതുള്ളത്. അപ്പോൾ പൊന്മുടി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നിന്നും ലെഫ്റ്റ് കയറിയിട്ടാണ് ആക്ച്വലി നമ്മൾ ഈ ഒരു ട്രക്കിന് പോകുന്നത്. ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 10 കിലോമീറ്റർ ട്രക്കേ ഉള്ളൂ അപ്പ് ആൻഡ് ഡൗൺ. ഒരു രാവിലെ പോയിട്ട് വൈകുന്നേരത്തോട് കൂടിയിട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്ന ഒരു ട്രക്ക് കൂടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു വരയാടുമുട്ട ട്രക്കിങ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയും ട്രക്കിങ്ങിന്റെ കാഴ്ചകളും സംഭവങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ കൂടാട്ടോ. അപ്പോൾ എല്ലാവർക്കും ട്രാവലിംഗ് ടെക്കിയുടെ മറ്റൊരു ട്രാവൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ സമയം ഇപ്പോൾ ഒരു 8 മണിയാവുന്നു. നമ്മൾ വണ്ടിയൊക്കെ ഓടിച്ചിട്ട് ഇവിടുത്തെ കല്ലാറിലുള്ള ചെക്ക് പോസ്റ്റിൽ വന്നിട്ടുണ്ട്. ഗോൾഡൻ വാലി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. അപ്പോൾ ഇവിടെ നിന്നാണ് രാവിലെ ആക്ച്വലി പൊന്മുടിയിലോട്ടുള്ള എൻട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. വെൽക്കം ടു പൊന്മുടി എക്കോ ടൂറിസം എന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ കിടക്കുന്നത്. ഈ കിടക്കുന്ന 2 വണ്ടി നമ്മുടെ ട്രക്കിങ്ങിന് വന്ന ആൾക്കാരാണ്. ഒന്ന് എൻ്റെ വണ്ടി, ഒന്ന് കൂടെ വന്ന ആൾക്കാരുടെ വണ്ടി. നമ്മുടെ കൂടെ വന്ന പയ്യൻ നിൽക്കുന്ന പയ്യനല്ല, നമ്മുടെ ബ്രോ. അപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ചയും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. വേറൊരു വണ്ടി വന്നിരിക്കുന്നത്. അയ്യോ. അപ്പോൾ ഇവിടുന്ന് വേണം ഇനി ഒരു 2 കിലോമീറ്റർ നമുക്ക് മുമ്പോട്ട് പോയിട്ട് വേണം നമുക്ക് ഈ ഒരു ട്രക്കിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലോട്ട് എത്താനായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നു. അപ്പോൾ ട്രക്കിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓൾമോസ്റ്റ് ഒരു അരമണിക്കൂറായി നമ്മൾ തുടങ്ങിയിട്ട്. കുത്തനെ ഉള്ള കയറ്റമാണ്. ഈ ഒരു കാട്ടിൽ കൂടാണ് ഇങ്ങനെ നടന്നു വന്നത്. ഇനി ഇങ്ങനെ പോകണം. എല്ലാം കൂടെ ഒരു 10-20 പേരേ ഉള്ളൂ ആക്ച്വലി ഈ ട്രക്കിനിപ്പോൾ. നല്ല വെയിലുണ്ട്, അതുകൊണ്ട് നല്ല ടയേർഡാവും, പെട്ടെന്ന് വിയർക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. രണ്ട് ഈ ഒരു മല കാണാം. ഈ ഒരു മലയുടെ സൈഡിൽ കൂടെ വേണം നമുക്ക് അപ്പുറത്ത് പോകാനായിട്ട്. എന്നിട്ട് വേണം നമ്മുടെ മല കയറാൻ. അവിടെയൊക്കെ കുറച്ച് വീടും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. പിന്നെ ഇങ്ങോട്ടൊന്നും ഒന്നുമില്ല, കാട് തന്നെ കാട്. നമ്മുടെ കുറച്ച് മൃഗങ്ങൾ അതുവഴി വരുന്നുണ്ട്. നല്ല വെയിലുണ്ട്, പക്ഷേ വെയിലുള്ളതുകൊണ്ട് നല്ല ക്ഷീണിക്കും. അതുപോലെ ഈ ഒരു ഉണക്കാകുമ്പോൾ വാട്ടർ സോഴ്സ് കുറവാണ്. അതുകൊണ്ട് വെള്ളം ഒരുപാട് എടുത്തില്ലെങ്കിൽ പണി കിട്ടും കേട്ടോ. നടക്കട്ടെ. അതെ, തല നോക്കിക്കോ. ചെരുപ്പിൻ്റെ അത് മണ്ണ് കയറുക. ഇവിടെ വെള്ളം എടുക്കാനായിട്ടൊരു സ്പോട്ട് ഉണ്ട് കേട്ടോ. നമുക്ക് ഇതിന്റെ കൂടെ വന്നാലേ വെള്ളം എടുക്കാൻ പറ്റും. അപ്പോൾ വെള്ളമൊക്കെ എടുത്തിട്ട് അതൊക്കെ നടന്നു തുടങ്ങുന്നു വീണ്ടും. ഹൈ ഹൈ.
ഈ പാറ നോക്കേ, നമ്മുടെ കായപ്പുണ്ട് തന്നെ മണമുണ്ട് കേട്ടോ നല്ല. അയ്യോ, വിഷുക്കുലിമലേക്ക് ഇപ്പം കിടപ്പുണ്ട് കേട്ടോ. ന്യൂ ഇയറിന്റെ കുറെ ഇവന്റ് കിടപ്പുണ്ട് ആക്ച്വലി. ജാനുവരിയിൽ പോണോ? ഏത് ടീമാണ്? ഓ അങ്ങനെ. ഫെബ്രുവരി 1-2 ഞാൻ പോകും. അവിടെ കുറച്ച് കയറി പോകാൻ കേട്ടോ. കുറേ ആൾക്കാരൊക്കെ പറകിൽ വരുന്നുണ്ട്. കണ്ടില്ലേ, ചെറിയൊരു കയറ്റം. അങ്ങനെ നടന്ന് നമ്മൾ കുറച്ച് പരന്ന ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി എനിക്ക് തോന്നുന്നു കുറച്ച് പുൽമേടോ അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇതേ കണ്ടില്ലേ, ആ ഒരു ഏരിയയിൽ നല്ല വെയിലുണ്ട് കേട്ടോ. കൊട്ട വെയിലെന്ന് പറഞ്ഞാലും പോരാ, കൊട്ട വെയിലും കൊടുങ്കാടും. കാറ്റിൻ്റെ മൂവ്മെൻറ്റ് കുറച്ച് കുറവാണ്, അതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കാറ്റൂടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വെയിലധികം അറിയത്തില്ലല്ലോ. ഇത് പക്ഷേ വിഷയം. അപ്പോൾ അങ്ങനെ നമ്മളൊരു വലിയ മലയുടെ സൈഡിലെത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, അയ്യോ, ഇത് ആ ഒരു സൈഡിൽ നോക്കിക്കേ. ആരും മല ഞാൻ അങ്ങോട്ട് പോയി കാണിക്കാം കേട്ടോ. നമ്മുടെ കൂടെ വന്ന ആൾക്കാരൊക്കെയാണ് ഈ നിൽക്കുന്നതൊക്കെ. ഓ കണ്ടില്ല, അടിപൊളി. ഓ ഇത് കിടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇതേ കയറേണ്ടത് ഈ ഒരു വഴിയാണ്. കണ്ട, ഈ ഒരു മലയുടെ അങ്ങോട്ടേക്കാണ് നമുക്ക് കയറി പോകേണ്ടത്. കുറേ ആൾക്കാർ ഇതേ നൈസിന് കയറി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് എത്തണം. അതൊക്കെ നടക്കട്ടെ. നല്ല കൊട്ട വെയിലും ഞാനും. ഇവിടെ ഇച്ചിരി പുല്ലൊക്കെ ഉണ്ട്. ഈ പുല്ല് ആക്ച്വലി പുറത്ത് കൊണ്ടാൽ ചൊറിയും കുറച്ച് കഴിയുമ്പോൾ. ഞാനാണെങ്കിൽ ഹാഫ് സ്ലീവായിട്ട്, ഈ ഫുൾ സ്ലീവ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ചൂടായതുകൊണ്ട് നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഹാഫ് സ്ലീവ് കണ്ടിട്ട് പോവുകയാണ്. വീട്ടിലെത്തിയിട്ട് നൈസിന് ചൊറിയാം. ഇവിടുത്തെ കുറേ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. അതേ കണ്ടില്ലേ, ഈ ഒരു പൂവുണ്ട് ഇവിടെ, ഈ ഒരു ടൈപ്പ് പൂവുണ്ട്. ഈ രണ്ട് പൂക്കളാണ് ഞാൻ ആക്ച്വലി ഇവിടെ കണ്ടത്. നമ്മുടെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഒരു 3-4 പേര് മുകളിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കയറട്ടെ. നല്ല വെയിലുണ്ട് കേട്ടോ, കൊടൂര വെയിൽ. അയ്യപ്പ സ്വാമി. അയ്യോ, അപ്പോൾ അതേ അങ്ങ് താഴേന്ന് ആൾക്കാർ കയറി വരുന്നുണ്ടോ. ആ ഒരു സൈഡിൽ കൂടെയാണ് നമ്മളിങ്ങനെ വന്നത്. അങ്ങ് മൂട്ടി വന്നിട്ട് അവിടെ നിന്ന് ഈ ഒരു മല ഇങ്ങനെ കയറി പോകും കേട്ടോ. കണ്ടില്ലേ, ആ മുകളിലോട്ട് കയറി പോകണം. 2 പേര് നിൽക്കുന്നു. ഇവിടെയൊക്കെ കുറച്ച് പന കണക്കൊരു ചെടിയൊക്കെ ഉണ്ട് കേട്ടോ. പനയോ കവുങ്ങോ. ആ അപ്പോൾ അതേ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്നിട്ടൊരു രക്ഷയില്ലാത്ത വ്യൂ ഉണ്ട്. താഴെ നിന്നാണ് കയറി വന്നത്. ഇത് ഇത്രയും കൂടെ കയറാനുണ്ട് കേട്ടോ. അതേ കണ്ടില്ലേ, അവിടെ ആൾക്കാർ പോണത്. ആ ഒരു ഏറ്റവും കൂടെ കയറാനുണ്ട്. ഓൾമോസ്റ്റിലേക്ക് 80 ഡിഗ്രി ഉണ്ട് കേട്ടോ ഈ ഒരു സ്റ്റീപ്പ്. അതിൻ്റെ ടോപ്പിലാണ് സംഭവം. ഒരു അരമണിക്കൂർ കൂടെ നടക്കാനുണ്ട് എന്നാണ് പറഞ്ഞത്. ഭയങ്കരമായി പോയി കേട്ടോ. വെയിലാണ് പ്രശ്നം. വെയിലില്ലെങ്കിൽ നമുക്ക് നടക്കാം. കാറ്റും ഇല്ല, വെയിലും ഉണ്ട്. സോ കടുത്തു. ഇത് കണ്ടില്ലേ, ആ അയ്യോ. അതെ, ഇതിൻ്റെ മുകളിലോട്ട് കയറണം കേട്ടോ. അവിടെയാണ് നമുക്ക് ടോപ്പ്. അപ്പം അങ്ങനെ നമ്മുടെ വരയാട് മുട്ടയുടെ ടോപ്പിലെത്തിയിട്ടോ. അപ്പോൾ ഇവിടെ നിന്നിട്ടുള്ളൊരു കാഴ്ച ഇങ്ങനെയാണ്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് അങ്ങ് ദൂരെ പൊന്മുടി കാണാനായിട്ട് പറ്റും. ആ ഒരു സൈഡിലോട്ട് അഗസ്ത്യാർ കൂടവും കാളിമലയൊക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ വരയാട് മുട്ടയുടെ ടോപ്പ്.
അതേ അങ്ങ് ദൂരെ പൊന്മുടിയും കാളിമലയും അഗസ്ത്യാർകൂടവും ഒക്കെ കാണാൻ പറ്റുന്നൊരു അടിപൊളി ലൊക്കേഷൻ കേട്ടോ. 3 മണിക്കൂറേ ഉള്ളൂ. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 3 മണിക്കൂർ കൊണ്ട് നമുക്ക് താഴെ നിന്ന് നടന്നിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഒരു 9:30 മണിക്ക് നടന്നു തുടങ്ങി 12:30 ആയപ്പോഴത്തേക്ക് മുകളിലെത്തിട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത്യാവശ്യം നല്ല കയറ്റമാണ്. നമുക്ക് അങ്ങനെ വരുന്ന സ്ഥലങ്ങളൊന്നും അധികമില്ല. ഫുള്ള് കയറ്റം തന്നെ കയറ്റം. എന്നിട്ട് ഇവിടെ നിന്ന് അങ്ങനെ ഉണ്ട്. ഈ ഒരു താഴെയൊക്കെയാണ് നമ്മൾ കയറി വന്നത്. ആക്ച്വലി ആ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കയറിയിട്ടാണ്. അയ്യോ, അപ്പോൾ ഈ ഒരു 2 മലയാണ് ആക്ച്വലി ഈ ഒരു വരയാട് മട്ടയുടെ ഹൈലൈറ്റ് കേട്ടോ. സെറ്റ് സെറ്റ് സെറ്റ്. അപ്പോൾ ട്രെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ ഞാൻ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് എത്തി. ഇറങ്ങി വരാനായിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടുള്ളൊരു ടെറൈനാണ് ആക്ച്വലി. ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 70, 75, 80 ഡിഗ്രിയൊക്കെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള കയറ്റം ആയതുകൊണ്ട് തന്നെ അത് ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഫുൾ ചരലാണ്. അപ്പോൾ അത് ഭയങ്കര റിസ്ക് ആയിരുന്നു. അപ്പോൾ അത് ഇറങ്ങി വരുമ്പോഴുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തില്ല. പിന്നെ ഒരു കാര്യം, വരയാടുമുട്ട പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലും ഈ ഒരു ക്ലൈമറ്റിൽ വരരുത്. വെയിൽ ഭയങ്കര വെയിലായിരുന്നു. അത്രത്തോളം ഡീഹൈഡ്രേറ്റഡ് ഒക്കെ ആയി നമ്മളെല്ലാവരും. അപ്പം അതുകൊണ്ട് വരയാടുമുട്ട പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ ഡെഫിനറ്റ്ലി നല്ലൊരു ക്ലൈമറ്റുള്ള സമയത്ത്, അതായത് നമ്മളെ പൊന്മുടിയിലെ കണക്ക് അത്യാവശ്യം നല്ല ഫോഗും തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സമയത്ത് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇന്നത്തെ ട്രക്കിങ്ങിൽ ആ ഒരു വെയിൽ ഭയങ്കര അസഹനീയമായിട്ടുള്ള വെയിലായിരുന്നു കേട്ടോ. തിരിച്ചിതേ ഇപ്പം വന്നിട്ട് നമ്മളിപ്പോൾ കല്ലാറിലാണുള്ളത്. എൻ്റെ ബാക്കിൽ കാണുന്ന കല്ലാറാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കുളിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ട്രക്കിങ് കഴിഞ്ഞ് വന്നവരായതുകൊണ്ട് നമ്മളെ കുളിക്കാനൊക്കെ സമ്മതിച്ച് നമ്മുടെ ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് കുളിക്കുന്നുണ്ട്. അപ്പോൾ ഞാനെന്തേ കുറച്ച് നേരം കുളിച്ചിട്ട് നല്ല രസമുണ്ട്. നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ. കുളിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇഞ്ഞ് കയറി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇവിടെ യൂഷ്വലി കുളിക്കാനായിട്ട് സമ്മതിക്കും. പക്ഷേ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞു. 5 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂഷ്വലി ഇവരിവിടെ അനുവദിക്കത്തില്ല. പക്ഷേ നമ്മൾ ട്രക്കിങ് കഴിഞ്ഞ് വന്നു എന്നുള്ളൊരു കാരണം കൊണ്ട് നമ്മളെ ഇവിടെ നിന്ന് എന്താ പറയുക, അവർ സമ്മതിച്ചു കയറി വരാനായിട്ട്. അപ്പോൾ നമ്മുടെ ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട്. ദേ കണ്ടില്ലേ, എന്തായാലും അടിപൊളി ഒരു ട്രക്കായിരുന്നു. പക്ഷേ ഈ ഒരു സംഭവം മാത്രമാണ്, വെയിൽ അൺസഹിക്കബിൾ ആയിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണുമ്പോൾ ബൈ ഫ്രം ട്രാവലിംഗ് ടെക്കി.